ഇനി നമുക്ക് വീട്ടിലെങ്ങനെയാണ് സിമ്പിളായിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം മസാല തയ്യാറാക്കണം ചിക്കൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം, ടൊമാറ്റോ, സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഉണക്കനാരങ്ങ, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്. അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ ചിക്കൻ ക്യൂബ്, അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഏലക്കായ എല്ലാം ചതച്ചത്, പിന്നെ മുളക് പൊടി, കറുകപ്പട്ട, ജീരകം എല്ലാം ചേർക്കുക. അതുപോലെ മന്തി മസാല, അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ടൊമാറ്റോ സോസ്, ഇതും ഓപ്ഷണലാണ്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞങ്ങളൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്തുവെന്ന് മാത്രം. അതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. പിന്നെ കളറിന് വേണ്ടി കുറച്ച് കളർ പൊടി, പിന്നെ വെളുത്തുള്ളി ചതച്ച് നല്ലപോലെ തിരുമ്പിയെടുക്കുക. കൈവച്ച് തിരുമ്പായിരിക്കും കുറച്ചും കൂടി നല്ലത്, എന്നാലേ അത് മസാല ശരിക്കും മിക്സ് ആവുള്ളൂ. ഇനി അതിലേക്ക് ഓയിൽ ചേർത്ത് നല്ലപോലെ തിരുമ്പിയെടുക്കുക. കുറച്ച് മസാലയും കൂടി ചേർക്കുന്നുണ്ട് അതിലേക്ക്, മന്തി മസാല. അപ്പം നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് ചിക്കൻ പീസ് ചെറിയ ചെറിയ പീസാക്കി മാറ്റിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യാനുസരണം എന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതുള്ളൂ. നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പുതിനയിലയും മല്ലിയിലയും ചേർക്കാം. ഇനി അത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി മറ്റൊരു പാത്രത്തിൽ നമുക്ക് സവോള വാട്ടിയെടുക്കണം. സവോള, പച്ചമുളകും വാട്ടിയെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വയ്ക്കുന്നുണ്ട്, അതും ചേർക്കണം. ഇഞ്ചി, എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. അധികം തീ പാടില്ല കേട്ടോ, ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ സൂപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. ചിക്കൻ വേവിച്ച് വെള്ളമാണത്. ഇനി മറ്റ് കലത്തിൽ നമ്മൾ നെയ്യ് ചേർത്ത് കറുകപ്പട്ട, കുരുമുളക്, ജീരകം എല്ലാം ചേർക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത്, അരി നമ്മൾ ഓൾറെഡി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മല്ലിയിലയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ചിക്കൻ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം കുരുമുളക് ഇട്ട് വേവിക്കുക. അതുപോലെ നമ്മൾ വേവിച്ച് വെച്ച അരി കലത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളുടെ കുക്കിങ്ങൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. നമ്മൾ ചിക്കൻ്റെ പീസുകളൊക്കെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി റൈസൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ ചെറുനാരങ്ങ വെച്ച് അതിൻ്റെ ആവി എടുക്കണം. പുക നഷ്ടപ്പെടാതെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ എടുക്കണം. അപ്പോൾ നമ്മളുടെ മന്തി ശരിയായിട്ടുണ്ട്.